ഇന്ന് വൈകിട്ട് വരെ പത്മകുമാറിനെ ചോദ്യം ചെയ്യും. നിർണായക വെളിപ്പെടുത്തലുകൾ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്തത് കടകംപള്ളിയോ? വിറ്റുവോ വിശ്വാസം? ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ ചോദ്യം ചെയ്യും. SIT സംഘം പത്മകുമാറിനെ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. നിർണായക വിവരങ്ങൾ തേടി അന്വേഷണ സംഘം പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും കടകംപള്ളിയുടെ അറസ്റ്റ് ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. PS ശ്രീനന്ദ ഒപ്പം ചേരുന്നു. ശ്രീനന്ദ, വളരെ നിർണായകമായൊരു ദിവസമാണ്. കാരണം ഇന്ന് ഹൈക്കോടതി അന്വേഷണ സംഘത്തിന് അനുവദിച്ച സമയപരിധി അവസാനിക്കുന്ന ദിവസമാണ്. പത്മകുമാർ കസ്റ്റഡിയിൽ ഇപ്പോഴുമുണ്ട്. കാര്യമായ ചോദ്യം ചെയ്യൽ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ഈ ഒരാൾ പ്രതിയാണ് എന്ന് ബോധ്യമാകുന്ന സമയത്താണല്ലോ ഇത്രയേറെ ചോദ്യം ചെയ്യാനുണ്ടാവുക, അവ്യക്തത ഉണ്ടാവുക, മൊഴികളിൽ വൈരുദ്ധ്യം, അങ്ങനെ പലത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പത്മകുമാർ മൊഴി നൽകിയെന്ന് മനസ്സിലാക്കുന്നു. അതായത് സർക്കാരിന് വന്ന അപേക്ഷയാണ് ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് എന്നാണ്. അപ്പോൾ സർക്കാരിന് അങ്ങനെ ഒരു അപേക്ഷ വന്നിട്ടുണ്ടെങ്കിൽ അത് ദേവസ്വം ബോർഡിലേക്ക് ശുപാർശ ചെയ്തത് ആരാണ്? സ്വാഭാവികമായും ദേവസ്വം മന്ത്രി അറിയാതെ സംഭവിക്കില്ലല്ലോ. അത് കഴിഞ്ഞാൽ ദേവസ്വം പ്രസിഡന്റാണ്. ആ ദേവസ്വം പ്രസിഡന്റാണ് ഇപ്പോൾ അകത്തായിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇന്നൊരു ദിവസം എത്രമാത്രം നിർണായകമാണ് കടകംപള്ളിക്ക്? തീർച്ചയായിട്ടും കൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ നിർണായകമായൊരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ഇവിടെ SIT സംഘം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു പത്മകുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി ഈഞ്ചക്കലിലെ ഓഫീസിലെത്തിക്കുകയും ചോദ്യം ചെയ്യലൊക്കെ ആരംഭിക്കുന്ന ഒരു പ്രക്രിയയൊക്കെ തുടങ്ങുകയുണ്ടായത്. അതിനുശേഷം ഇന്ന് വൈകുന്നേരത്തോടു കൂടി, ഇന്ന് 5 മണിയോട് കൂടിയാണ് ഈ ഒരു കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ശേഷം ഈ പത്മകുമാറിനെ കൊല്ലം കോടതിയിലേക്ക്, വിജിലൻസ് കോടതിയിലേക്ക് ഹാജരാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഹാജരാക്കുകയാണെങ്കിൽ ശേഷം ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്യാനായിരിക്കും സാധ്യത. പക്ഷേ അതിലൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിരവധി ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരാണ് ഇതിൻ്റെ പിന്നിൽ, സ്വർണ്ണ കവർച്ചയ്ക്ക് പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള ചോദ്യത്തിലൊക്കെ ഒരു അവ്യക്തത ഉണ്ടായിരുന്നു. അതിനെല്ലാം ചെറിയൊരു വ്യക്തത ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. കാരണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇതിലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ മൊഴിയിൽ നിന്നും ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇതിലൊരു വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്താണ് ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ കടകംപള്ളി സുരേന്ദ്രനുമായി മുൻപ് ഇദ്ദേഹം ശബരിമലയിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇവർ തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. ആ ഒരു ബന്ധമുണ്ടായിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് പത്മകുമാറിനെ അറിയിച്ചതെന്നുമാണ് പത്മകുമാർ SIT സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ ഒരു പത്മകുമാറിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. ശേഷം എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിർണായകമായൊരു നീക്കമായിരിക്കും SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്ന് തീർച്ചയാണ്. ഇനി മുൻ ദേവസ്വം പ്രസിഡന്റിനെ ചോദ്യം ചെയ്യുമോ, അല്ലെങ്കിൽ പല ഉന്നതരിലേക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ നീങ്ങിപ്പോകുമെന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ഇപ്പോൾ കടകംപള്ളി തന്നെ ഇതിലൊരു മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് പത്മകുമാർ തന്നെ പറയുന്ന സ്ഥിതിക്ക് മറ്റുന്നതരിലേക്കും ഈ ഒരു ചോദ്യം ചെയ്യൽ നീളുമെന്നതിൽ സംശയമില്ല. എന്തായാലും വിജിലൻസ് ഡിസംബർ 2-ാം തീയതിയാണ് ഈ ഒരു അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാനായി കോടതി വിജിലൻസ് നൽകിയിരിക്കുന്ന SIT സംഘത്തിന് നൽകിയിരിക്കുന്ന അവസാന ദിവസം. ഡിസംബർ 2-ാം തീയതി തന്നെ കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് മുൻപായി തന്നെ ഈ കടകംപള്ളി അടക്കമുള്ള നേതാക്കളെ ചോദ്യം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് LDF അല്ലെങ്കിൽ ഇടതുപക്ഷം അതിനെ വലിയ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. കാരണം CPIയുടെ ഒരു നേതാവാണ്, മുൻ MLA ആണ് ഈ ഒരു പത്മകുമാർ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ CPIയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരു വിശദീകരണം പോലും ഇതുവരെ CPM തരാൻ പോലും തയ്യാറാകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് കടകംപള്ളി പോലും ഇതിലൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന പത്മകുമാർ തന്നെ ഇപ്പോൾ SIT സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്യാനാണ് സാധ്യത. എന്തായാലും പത്മകുമാറിനെ ഇപ്പോൾ ഇത് SIT സംഘം ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇന്ന് 5 മണിയോട് കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നത്. അവസാനിച്ചു കഴിഞ്ഞാൽ മറ്റ് നടപടികൾ എന്തൊക്കെയായിരിക്കും, അടുത്ത ഉന്നതരിലേക്ക് SIT സംഘം ചോദ്യം ചെയ്യൽ, അതുപോലെ തന്നെ അറസ്റ്റുള്ള കാര്യങ്ങളിലേക്ക്, പ്രക്രിയയിലേക്ക് കടക്കാനാണ് സാധ്യത കൂടുതൽ. കൃഷ്ണരാജ്. യെസ്,
അന്വേഷണം കടകംപള്ളിയിലേക്ക് എന്ന സൂചനകളാണ് വരുന്നത്. പക്ഷേ ഇന്നൊരു ദിവസം നിർണായകമാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പത്മകുമാറിനെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ. അത് കൂടാതെ ഹൈക്കോടതി അനുവദിച്ച സമയപരിധി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇന്ന് അവസാനിക്കുകയുമാണ്. എത്രമാത്രം നിർണായകമാണെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ശ്രീനന്ദ.